തിരുവനന്തപുരം വർക്കലയിൽ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. 8.25 സെന്റ് സ്ഥലത്ത് ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന നമുക്ക് വീടായിട്ടോ ഇനി അതല്ല കമേഴ്സ്യൽ പേർപ്പസിന് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷൻ. കാരണം നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പുത്തൻചന്ത പ്രോപ്പർ ജംഗ്ഷനിലാണ്. എസ്.എൻ. ഹോസ്പിറ്റലിന് നേരെ എതിർവശം കാണുന്ന വഴി ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്ന ഒരു 50 മീറ്ററിനകത്തുള്ള വഴി ഡിസ്റ്റൻസ് ഇറങ്ങി വരുമ്പം തന്നെ ഇതൊക്കെ മെയിൻ റോഡ് ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ പിൻവശത്തായിട്ട് നമ്മുടെ ഈ പ്ലോട്ട് വരും. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എസ്.എൻ. ഹോസ്പിറ്റലിന് നേരെ എതിർവശം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ലേഡീസ് ഹോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ ഒരു ആയുർവേദ റിസോർട്ടോ ഇപ്പോൾ ഒരു മസാജ് സെൻറ്ററോ അങ്ങനെ എന്ത് തരം ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ആക്കിയെടുക്കാവുന്നതാണ്. മെയിനായിട്ട് ഇതുപോലെ ഒരു പ്രൈം ലൊക്കേഷനിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഏകദേശം 9ഓളം റൂംസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂം സൗകര്യവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് എക്സ്ട്രാ ടോയ്ലറ്റ്സും ബാത്റൂമും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ക്ലിനിക്കോ ആയുർവേദ ക്ലിനിക്കോ ഒക്കെ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ആയുർവേദ ക്ലിനിക്കിൻ്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്കല ക്ലിഫിനോടൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ലൊക്കേഷനാണ്. ഇപ്പോൾ വർക്കല മെയിൻ നമുക്ക് ആ ഒരു മൈതാനത്തിൻ്റെ അവിടെ നിന്ന് പ്രോപ്പർട്ടി വരേക്ക് ഏകദേശം 1.5 കിലോമീറ്ററേ ഉള്ളൂ. ക്ലിഫിൻ്റെ അവിടെ നിന്ന് 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നമുക്ക് ബീച്ച് ആക്സസ് ഒക്കെ വരുന്ന പ്രോപ്പർട്ടിയാണ്. എന്തായാലും ബാക്കി ദൃശ്യം കാണാം. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻവശവും സൈഡിലും ഒക്കെയുള്ള സ്പേസ് വരുന്നത്. ഇതുപോലെ ഒത്തിരിയധികം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടും. ഇപ്പം എന്താ അവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്, അത് കുറേ കൂടെ ബാക്കിലേക്ക് നിൽക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ തന്നെ നമുക്കൊരു 3-4 വണ്ടികൾ പാർക്ക് ചെയ്യാം. ഇവിടെയും കവേർഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പോയിട്ട് വീണ്ടും പാർക്കിംഗ് ഏരിയ കിട്ടുന്നുണ്ടാവും. കെട്ടിടം വന്നിട്ട് ഏകദേശം 10 വർഷത്തിനകത്ത് പഴക്കമുള്ള കെട്ടിടമാണ്. പക്ഷെ ആ പഴക്കമൊന്നും കാണാനില്ല, പുത്തൻ കണ്ടീഷനിലുണ്ട്. നമുക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട്, ഇത് നമ്മുടെ ലിവിങ് സ്പേസ് എന്നുവെച്ചാൽ വലിയൊരു കോമൺ സ്പേസ് ആയിട്ടാണുള്ളത്. ഇവിടെ നിന്ന് 2 ബെഡ്റൂംസ് ഉണ്ട്. ഇതൊരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം. ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം ഉണ്ട്. ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിനകത്ത് AC-യും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ഒരു വാതിൽ ചെയ്തിട്ടാണ് പിന്നീടുള്ള റൂംസ് വരുന്നത്. എങ്ങനെയാ വെച്ചാൽ ഇഫ് ഇൻ കേസ് ഇതൊരു ഹോസ്റ്റലായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലെ നടത്തിപ്പുകാർക്ക് നമുക്കിത് അവരുടെ ഒരു സ്പേസ് ആക്കി താമസിക്കാം. എന്നിട്ട് ഈ റൂം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് താമസിക്കുന്നവർക്ക് ബാക്കിയുള്ള റൂംസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെയായിട്ട് ഒരു റൂമുണ്ട്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ചെറിയ റൂമുണ്ട്. ഇത് കിച്ചൺ. ഇവിടെ നമ്മുടെ വർക്ക് ഏരിയ. ഇവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തും ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഈ സ്റ്റെയർ കയറി വരുമ്പോൾ റൂംസിൻ്റെ അയരുകളിയാണ്. ഈ സൈഡിലും റൂംസ് ഉണ്ട്. ഇതൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ അവർ നടത്തിപ്പുകാർക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം, കിച്ചൺ. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂം. ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഹോസ്റ്റലായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് ഇവിടെ വന്ന് കൈ കഴുകാനും അതിനുള്ള സൗകര്യം കിട്ടും. 2 സൈഡിലായിട്ട് ടോയ്ലറ്റ് സൗകര്യം അല്ലെങ്കിൽ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അതുപോകെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കുറേ അധികം റൂംസ് കാണാം. എന്നുവെച്ചാൽ ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ അല്ലാണ്ട് ഒരു കോമൺ ബാത്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം, ഇതൊരു റൂം. ഇങ്ങനെ കുറേ അധികം റൂംസ് ഈ ഒരു നിലയിൽ തന്നെ കാണാൻ സാധിക്കും. 1, 2, 3, 4, 5, 6 റൂം ഈ ഒരു നിലയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലാ ഫ്ലോറിലേക്കും പുറത്ത് നിന്ന് എൻട്രൻസും കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് റൂഫ് ടോപ്പിൽ എന്തെങ്കിലും പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിന് മുൻവശത്തേക്ക് ഇങ്ങനെ ഒരു വലിയ ബാൽക്കണി സ്പേസിലേക്കും കൂടെ എൻട്രൻസ് വരുന്നുണ്ട്. ഈ സ്പേസ് ഫുള്ളായിട്ട് ഇതുപോലെ GI പൈപ്പിൽ ഒരു മെഷ് കണക്ക് അല്ലെങ്കിൽ ഒരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇത് കാര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ ചെയ്തിട്ടുള്ളത്. ഇതൊരു ലേഡീസ് ഹോസ്റ്റലായിട്ടൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സേഫ്റ്റിയുടെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുള്ളത്. കമേഴ്സ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടെറസ് കൂടെ കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജിംനേഷ്യം പോലുള്ള സെറ്റപ്പിന് കൊടുക്കാവുന്നതാണ്. കാരണം ജംഗ്ഷൻ തൊട്ടടുത്ത്, ഇവിടെ നോക്കിയാൽ തന്നെ തൊട്ടടുത്ത് എസ്.എൻ. ഹോസ്പിറ്റലിൽ അതിൻ്റെ ഫ്രണ്ടിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം. ഈ കാണുന്നതെല്ലാം മെയിൻ റോഡ് ഫ്രണ്ടേജിലുള്ള കമേഴ്സ്യലാണ്. നമുക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജ് അല്ലാണ്ട് അവിടെ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ടുള്ളൊരു കമേഴ്സ്യൽ സ്പേസ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. പിന്നെ മേളിലൊരു കാര്യം കൂടെ ഉണ്ട്. മേളിൽ നോക്കിയതാ ഇവിടെയും നമുക്കൊരു 2 ടോയ്ലറ്റ്സ് കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഒരു ഹോസ്റ്റലോ ഡെയിലി റെൻറ്റിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാച്ചായിട്ടൊക്കെ വരുന്നവർക്ക് ഒരു 50 പേര് വരുന്നൊരു ടൂർ വരുന്നവരാണെങ്കിൽ അവർക്ക് വന്ന് താമസിക്കാനായിട്ട് ഈ സ്പേസ് പൂർണ്ണമായിട്ടും കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡെയിലി റെൻറ്റ് വാങ്ങാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ ഈ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഇത് പുറത്തൂടെ വരുന്ന സ്റ്റെയറാണ് ഈ റൂം. ഇത് നമ്മുടെ വീട്ടിനകത്തൂടെ കയറി വരുന്ന സ്റ്റെയർ.
അപ്പോൾ എല്ലാ കാര്യവും ആയിരുന്നുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. ഉദ്ദേശിക്കുന്ന വില 1.25 കോടി രൂപയാണ് ഈ പ്രോപ്പർട്ടി ചോദിക്കുന്ന വില. അതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നത്.